സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം കുമ്പസാരം, അനുരഞ്ജന കൂദാശ എന്നുള്ളതായിരുന്നു. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇതേ വിഷയത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനും ക്ലാസ്സുകളിൽ എടുക്കുവാനും നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത സഹായമെത്രാനും CBCI ദേവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിനന്ദ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിന് വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് വെമ്പുവ ഹോളി ക്രോസ് സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളും വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് ജാസ്മിൻ ടീച്ചറിന് സംശയമുണ്ടോ? ചോദിക്കൂ. സംശയമുണ്ട് അച്ഛാ. ഒരാൾക്ക് ഒരാളോട് ഭയങ്കര വൈരാഗ്യമുണ്ട്. ഈസ്റ്ററും ക്രിസ്മസ് ഒക്കെ വരുമ്പം എല്ലാവരും കുമ്പസാരിക്കുക എന്ന പതിവുണ്ട്. അങ്ങനെ ഒരു ദിവസം കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പ്രായശ്ചിത്തമായിട്ട് പോയിട്ട് അവരോട് അനുരഞ്ജനപ്പെടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അനുരഞ്ജനപ്പെടാൻ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ സ്ഥിതി നേരെ വഷളായി. അവരുമായിട്ട് അനുരഞ്ജനപ്പെടാൻ പറ്റിയില്ല. അന്നേരം ഈ കുമ്പസാരം അത് പൂർണ്ണമാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ്, ജാസ്മിൻ ടീച്ചറിൻ്റേത് വളരെ നല്ല ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും ഉണ്ട്, പാപം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യണം. ഇപ്പോൾ ഒരു അയലോകംകാരുമായിട്ട് വഴക്ക് കൂടിയാൽ വികാരിച്ചിന് ഉപദേശിക്കും പോയി അനുരഞ്ജനപ്പെടണം എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പോയി അനുരഞ്ജനപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് മാനസാന്തരപ്പെട്ട ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ ഒരു കാലിച്ചാക്ക് തെറി വിളിച്ചു. അനുരഞ്ജനം തീർന്നു, കൂടുതൽ കലാപമായി മാറി. പ്രശ്നം ടീച്ചർ ചോദിച്ച പോലെ ആ കുമ്പസാരം സാധുവാകുമോ എന്നാണ് ചോദ്യം. യെസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുമ്പസാരത്തിന് വൈദികൻ കൽപ്പിക്കുന്ന പ്രാശ്ചിത്തം, അത് വൈദികൻ എന്തെങ്കിലും അസാധ്യമായ കാര്യം, നീ ഒരു കിണ്ടലിൻ്റെ ചാക്കെടുത്ത് തലേ വെക്കണം എന്നൊന്നും പറയുകയല്ല. ഒരു പ്രാശ്ചിത്തം നിർവചിക്കാൻ, പ്രാശ്ചിത്തം നിർദ്ദേശിക്കുമ്പോൾ വൈദികൻ ചെയ്യേണ്ട പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കുമ്പസാരക്കാരായ വൈദികർക്ക് സഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിപ്രകാരമാണ് ഒരു വ്യക്തിക്ക് സാധ്യമായ പ്രായശ്ചിത്തമേ ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ആ വ്യക്തി പോയി മറ്റേ വ്യക്തിയുമായി അനുരഞ്ജനപ്പെടണം. അത് ഈ വ്യക്തിക്ക് സാധ്യമായ കാര്യമാണോ? അല്ല, ആ വ്യക്തിയും കൂടെ വിചാരിച്ചാലേ അത് പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാശ്ചിത്തം ഒരു വൈദികനും നിർദ്ദേശിക്കുകയല്ല. പകരം വൈദികൻ ഉപദേശിക്കും. പ്രാശ്ചിത്തം മറ്റൊരു കാര്യമായിരിക്കും. നീ ഈശോയുടെ 5 തിരുമുറിവുകളെ ഓർത്ത് കരുണക്കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലുക, ഇങ്ങനെയൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യമായിരിക്കും പ്രാശ്ചിത്തം. അതിനോടൊപ്പം നൽകുന്ന ഉപദേശമാണ് അനുരഞ്ജനപ്പെടുക എന്ന് പറയും. അപ്പോൾ ഈ ഉപദേശം അനുസരിച്ച് നിങ്ങൾ പോയി അനുരഞ്ജനപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് കുമ്പസാരത്തിൻ്റെ വാലിഡിറ്റിയെ, സാധുതയെ ബാധിക്കുന്ന വിഷയമല്ല. പ്രാശ്ചിത്തം നിർദ്ദേശിക്കുന്ന വൈദികർക്ക് സഭ നൽകിയിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ പ്രാശ്ചിത്തം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് സ്വയമേവ നിറവേറ്റാൻ പറ്റുന്നതായിരിക്കണം. അത് വസ്തുനിഷ്ഠമായിരിക്കണം. അത് ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതൊന്നും ആയിരിക്കരുത്. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ ഇതേ സംബന്ധിച്ച് സഭ കുമ്പസാരക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത് പ്രാശ്ചിത്തം വളരെ ചെറുതായിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുന്നതിൻ്റെയും കാരണം ഇതാണ്. അത് അപ്രകാരമുള്ള പ്രാശ്ചിത്തങ്ങളാണ് കുമ്പസാരക്കാരൻ യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കേണ്ടത്. ഉപദേശങ്ങളുടെ ഭാഗമാണ് മറ്റ് പലതും.
ഉപദേശത്തിൽ പറഞ്ഞതെല്ലാം നമ്മൾക്ക് പ്രായോഗികമാക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. അത് പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് കുമ്പസാരത്തിൻ്റെ ഫലം അനുഭവിക്കാൻ, അത് പൂർണ്ണമായി അനുഭവിക്കാൻ പല ഉദാസീനതകൾ കാരണമാകുമെങ്കിലും കുമ്പസാരത്തിൻ്റെ സാധുതയെ അത് ബാധിക്കുന്നില്ല. താങ്ക് യു പിതാവ്. ടീച്ചർ നേരത്തെ എന്താ ചോദിക്കാൻ വേണ്ടി കൈവക്കുകയായിരുന്നല്ലോ. ജാസ്മിൻ ടീച്ചർ പറഞ്ഞതുപോലെ പോയി രമ്യപ്പെടാനായിട്ട് പറഞ്ഞിരുന്നു സഹോദരനുമായിട്ട്. പിന്നെ വന്നിച്ച് അവിടെ ചെന്നപ്പോൾ അത് സാധിച്ചില്ല. അപ്പോൾ വീണ്ടും അടുത്ത കുമ്പസാരത്തിൽ ഈ കാര്യം വൈദികനോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. വീണ്ടും അത് പറയേണ്ടതുണ്ട്. ഇവിടെ അനുരഞ്ജനപ്പെടാൻ പോയ വഴിക്ക് ഈ ചേട്ടൻ അവിടെ ചെന്ന് തെറി വിളിക്കുകയും അയാളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത കുമ്പസാരത്തിൽ പറഞ്ഞ് വേറൊരു പാപം ചെയ്തല്ലോ, ആ പാപത്തിന് മോചനം നേടണം. രമ്യതപ്പെടാൻ പറ്റിയില്ലല്ലോ, ഇനി എന്താണ് അടുത്ത പ്രാവശ്യം പറയാന്നുള്ളതാണ് ടീച്ചറുടെ ഒരു പൊതു സംശയം. യെസ്, നമുക്ക് നൽകിയ ഉപദേശങ്ങളെല്ലാം നമ്മൾ പാലിച്ചോ എന്നുള്ളത് അടുത്ത കുമ്പസാരത്തിൽ പറയേണ്ട കാര്യമില്ല. മറിച്ച് പ്രാശ്ചിത്തം നിറവേറ്റിയില്ല എങ്കിൽ അത് അടുത്ത കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട കാര്യമാണ്. ഉദാഹരണമായിട്ട് നമ്മളോട് പറഞ്ഞത് കരുണക്കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ക്ഷമയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു അധ്യായം വായിക്കാൻ പറഞ്ഞു. അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് ഏറ്റു പറയേണ്ടതാണ്. ഉപദേശങ്ങളെല്ലാം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട കാര്യമില്ല. താങ്ക് യു പിതാവേ. സജി സാറ് ചോദിക്കുമോ? എന്താ പിതാവ്, പ്രാശ്ചിത്യത്തെക്കുറിച്ച് പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമായി. എങ്കിലും ഒരു ചെറിയ സംശയമുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ കുമ്പസാരത്തിന് ശേഷം കൊടുക്കുന്ന പ്രായശ്ചിത്തങ്ങൾ ഒരു കടമ പോലെ നിർവഹിക്കുന്നതായി കാണപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3 നന്മ നിറഞ്ഞ മറിയം, അല്ലെങ്കിൽ 2 സ്വർഗസ്വനായ പിതാവേ. എന്തുകൊണ്ടാണ് പിതാവേ കുറച്ചും കൂടെ പാപബോധവും പശ്ചാത്താപവും ഉളവാകുന്ന ഒരു ദിവസത്തെ ഉപവാസം അല്ലെങ്കിൽ ഒരു 5 ദിവസത്തെ കുർബാന അടുപ്പിച്ചു കൂടൽ, ഇങ്ങനെയുള്ള പ്രായശ്ചിത്തങ്ങൾ കൊടുക്കാത്തത്? പണി കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. യെസ്, സജി സാറിൻ്റെ ആഗ്രഹം വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ദൈവശാസ്ത്രപരമായൊരു വിഷയമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രാശ്ചിത്തങ്ങളുടെ കാഠിന്യം കൊണ്ടല്ല നമുക്ക് പാപമോചനം കിട്ടുന്നത്. നമ്മുടെ പാപമോചനം വരുന്നത് എവിടെ നിന്നാ? കാൽവരിയിലെ കുരിശിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് മരിച്ചു. അതാണ് നമ്മുടെ പാപത്തിനുള്ള യഥാർത്ഥ പരിഹാരം. നമ്മൾ ചെയ്യുന്ന 3 നന്മ നിറഞ്ഞ മറിയമോ നമ്മൾ ഒരു നേരം പഞ്ഞിരിക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ പരിഹാരം. യഥാർത്ഥ പരിഹാരം ചെയ്ത ആരാ? ഈശോ. കാൽവരിയിലെ കുരിശിൽ ആണികളിൽ തൂങ്ങി ചമ്മട്ടിയടിയേറ്റ് തളർന്ന ശരീരവുമായി അവിടുന്ന് പിടഞ്ഞു മരിച്ചു. അതാണ് നമ്മുടെ പാപത്തിൻ്റെ യഥാർത്ഥ പരിഹാരം. ആ പരിഹാരം വഴിയാണ് നമുക്ക് കുമ്പസാരത്തിൽ പാപമോചനം കിട്ടുക. അതല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു അത് ഇതിനാനുപാതികമായ ഒരു പീഡനം കൂടി തിരിച്ചു കിട്ടിയാലേ പാപമോചനം പൂർണ്ണമാവുള്ളൂ എന്ന് വിചാരിക്കരുത്. യഥാർത്ഥ പാപമോചനത്തിൻ്റെ പരിഹാരം ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാണ്. ഇനി സാറ് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. നമുക്ക് പാപബോധം കൂടുതൽ ആഴപ്പെടുവാനും അതുപോലെ തന്നെ പാപത്തെ വിട്ടുപേക്ഷിക്കാനുള്ള പ്രചോദനം കൂടുതൽ ശക്തിപ്പെടാനുമായി നമുക്ക് തന്നെ വ്യക്തിപരമായി ഇത്തരത്തിലുള്ള പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 5 ദിവസം അടുപ്പിച്ച് കുർബാനയ്ക്ക് വരണം എന്നൊരാളോട് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സാഹചര്യം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. അദ്ദേഹത്തിന് 5 ദിവസം അടുപ്പിച്ച് കുർബാനയ്ക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കുകയല്ല. ഒരു ദിവസം മുഴുവൻ നീ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വല്ല അൾസർ രോഗിയായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ ഡയബറ്റിക്കായ ഒരാളായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊതുവായ ചില കഠിന പ്രാശ്ചിത്തങ്ങൾ വൈദികന് നിശ്ചയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഓരോ അനുതാപിക്കുന്ന പാപിയും തനിക്ക് ചേർന്ന പ്രാശ്ചിത്ത പ്രവൃത്തികൾ വ്യക്തിപരമായി നിറവേറ്റുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ കുമ്പസാരം കേൾക്കുന്ന വൈദികർ തങ്ങൾ കേട്ട പാപത്തിന് ആനുപാതികമായി ആ വ്യക്തിക്ക് വേണ്ടി വൈദികൻ പ്രാശ്ചിത്തം ചെയ്യുന്നതും സഭ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ആരാണ് ചോദിക്കുന്നത്? ഡെറീഷ് സാർ ചോദിക്കൂ. പിതാവേ, പൗരോഹിത്യ ജീവിതം ഉപേക്ഷിച്ച് വിവാഹ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ സാധിക്കുമോ?
ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അത് ഫലവത്താകുമോ? യെസ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗരോഹിത്യം എന്നത് നിത്യമായ ഒരു കൂദാശയാണ്. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിത്യമായും പുരോഹിതനാണ്. ആ വ്യക്തി ഇടയ്ക്ക് വിവാഹം ചെയ്ത് പൗരോഹിത്യം, ഇപ്പം ബ്രഹ്മചര്യം നിർബന്ധമാകുന്ന സാഹചര്യമുള്ള സഭകളിലെ വ്യക്തികൾ വിവാഹം ചെയ്യുമ്പോൾ അത് ആ പൗരോഹിത്യം ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിന് തടസ്സമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് എന്താണ്? ആ വ്യക്തിയെ ബ്രഹ്മചര്യം എന്ന വ്രതത്തിൽ നിന്ന് വിടുതൽ നൽകി വിവാഹ ജീവിതം അനുവദിക്കുകയാണ് സഭ ചെയ്യുക. അപ്പോഴും ആ വ്യക്തി വൈദികൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം കുമ്പസാരിപ്പിച്ചാൽ അത് ഫലവത്താവുമോ എന്ന് ചോദിച്ചാൽ ആകും എന്നാണ് ഉത്തരം. പക്ഷേ സഭ അതിന് ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മരണ സാഹചര്യത്തിൽ മാത്രം, മറ്റ് വൈദികരാരും സ്ഥലത്തില്ല, മറ്റ് വൈദികരെ ലഭ്യമല്ല. അതേസമയം ഇങ്ങനെ അയലോകത്ത് ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്ന പഴയ ഒരച്ഛൻ, ഒരു എക്സ് പ്രീസ്റ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും അല്ലേ, പഴയ അച്ഛനാണ്. അങ്ങനെ ഒരു അച്ഛൻ താമസിക്കുന്നുണ്ട്. വൈദികരെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന വൈദികരുടെ ആരുടെയും സേവനം നമുക്ക് ലഭ്യമാകുന്നുമില്ല. എങ്കിൽ അങ്ങനെ മരണകരമായ അടിയന്തര സാഹചര്യങ്ങളിൽ ആ വൈദികനെ, ഈ എക്സ് പ്രീസ്റ്റായി കഴിയുന്ന വൈദികനെ വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കുന്നതും അദ്ദേഹത്തിൽ നിന്ന് പാപമോചനം നേടുന്നതും ഈ മരണസമയത്തെ അന്തിമ ആശീർവാദം അടച്ചൊപ്രുശുമ എന്നൊക്കെ പറയുന്ന അത് സ്വീകരിക്കുന്നതുമെല്ലാം സാധുവാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെയാണ് കുറേ കുടുംബജീവിതം, അതിൻ്റെ കൂടെ കുറച്ച് പുരോഹിത ശുശ്രൂഷയായിട്ട് ആരും ജീവിക്കരുത്. അതുകൊണ്ടാണ് സഭ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് മരണകരമായ സാഹചര്യങ്ങളിൽ, അതായത് ഒരു വ്യക്തി മരിക്കാറായിരിക്കുന്നു, മറ്റ് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികർ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൽ മാത്രമേ ഇത് അനുവദിച്ചിട്ടുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ സഭയിലെ കാനൻ നിയമം വ്യവച്ഛേദിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അസാധുവായ കാര്യങ്ങളുണ്ട്. ഇല്ലീഗൽ ആൻഡ് ഇൻവാലിഡ് എന്ന് പറയും. ഈ വ്യക്തിയുടെ കുമ്പസാരം സാധുവാണ്, പക്ഷേ അത് നിയമവിരുദ്ധമാണ്. ഇല്ലീഗൽ എന്ന് പറയും, നിയമവിരുദ്ധമാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ല സാധാരണ സാഹചര്യങ്ങളിൽ. അതേസമയം നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി അദ്ദേഹവും ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മറ്റ് വിശ്വാസികൾ അതിനായി സമീപിക്കാനും പാടില്ല. താങ്ക് യു പിതാവേ. ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത നാളുകളിൽ നമ്മുടെ സിനഡിൽ നിന്ന് അഭിനന്ദ പിതാവ് അറിയിച്ചായിരുന്നു, വിദേശങ്ങളിലൊക്കെ ഒരു വൈദികൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഒരാൾ ഒരു ചെറിയൊരു ഫ്രോഡ് ബിഹേവിയർ ചെയ്തിരുന്നു. അദ്ദേഹം പല പള്ളികളിലും ചെല്ലുകയും ഇങ്ങനെ കുമ്പസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആളുകൾ ഇത് അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുമ്പസാരിക്കുക, എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അവരവരുടെ വാലിഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. പിന്നീടാണ് ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞത് അദ്ദേഹം വൈദികനല്ലായിരുന്നു എന്നറിയുന്നത്. അപ്പോൾ പ്രേക്ഷകർ പല സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കാം ഇത് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് പിതാവ് ഒരു ഉത്തരം നൽകുക എന്ന് ചോദിക്കുന്നു. യെസ്, അതായത് കുമ്പസാരിപ്പിക്കാൻ വരുന്ന വൈദികൻ ഇടവക വികാരിയുടെ ഉത്തരവാദിത്വമാണ് താൻ തൻ്റെ ജനത്തിന് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്ന വൈദികർ സാധുവായി ഈ കൂദാശ പരികർമ്മം ചെയ്യാൻ യോഗ്യരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്, അത് ഉറപ്പുവരുത്തേണ്ടത് ഇടവക വികാരിയുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം അത് ചെയ്യണം. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ വിളിക്കുകയാണ് എങ്കിൽ അതിന് സഭയിൽ നിയമമുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലധികാരിയായ മെത്രാനോ സന്യാസ സഭാധികാരിയോ നൽകുന്ന അധികാരപത്രമുണ്ട്. കുമ്പസാരിപ്പിക്കാനും വിശുദ്ധ കുർബാന നൽകാനും ഉള്ള അധികാരം, വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അധികാരം, അതിന് സെലബ്രത്ത് എന്ന് ലത്തീൻ ഭാഷയിൽ പറയുന്ന ഒരു അധികാരപത്രമാണ്, പൗരോഹിത്യത്തിൻ്റെ അധികാരപത്രം. അത് മറ്റ് സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോകണം. ഡ്രൈവിംഗ് ലൈസൻസ് വേണം. നമ്മൾ
പരിശോധനയ്ക്ക് കൊടുക്കാൻ. എന്നതുപോലെ വൈദികർക്ക് അങ്ങനെ ഒരു ലൈസൻസാണ് ഏത്? സെലിബ്രത്ത്. ആ സെലിബ്രത്ത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം ആ വൈദികനെ ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക എന്നുള്ളത് ഇടവക വികാരിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഇടവക വികാരിമാർ ആ കാര്യം ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത വൈദികരോട് ഇത് സെലിബ്രത്ത് ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ് കൃത്യമായും ചോദിക്കും. നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഒരു അച്ഛനോട് ചോദിക്കുന്നത് എന്നൊക്കെ വിഷമം വിചാരിച്ച് പലപ്പോഴും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുമുണ്ട്. മലബാറിലെ ഒരു പള്ളിയിൽ ഒരു ചേട്ടൻ വികാരിച്ചിനൊരു അത്യാവശ്യത്തിന് ആരോ മരിച്ച് രാവിലെ എഴുന്നേറ്റ് പോയി. കുർബാനയ്ക്ക് വന്ന ചേട്ടത്തിമാർ നോക്കുമ്പോൾ ചേട്ടൻ ഒരു വെള്ളമുണ്ടൊക്കെ എടുത്ത് ഒരു ചേട്ടൻ കയറി കുമ്പസാരക്കൂട്ടിലിരുന്നു. ചേട്ടത്തിമാർ ചെന്ന്, വാസ്തവത്തിൽ ആ പള്ളിയിലെ കുശിനിക്കാരനാണ് ഇങ്ങനെ ഇരുന്നത്. അപ്പം അച്ഛൻ പോയെന്ന് പുള്ളിക്കേ അറിയത്തുള്ളൂ. പല ചേട്ടത്തിമാരും ചേട്ടൻ്റെ അടുക്കൽ ചെന്ന് ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ആളെ അറിയത്തില്ല. പോയി കുമ്പസാരിച്ചു. അവിടെ നിന്നുള്ള മറുപടിയിൽ പന്തികേടുകൾ വന്നപ്പോഴാണ് ആളെ മനസ്സിലാക്കിയത്. അതുപോലെ ചേട്ടത്തിമാർ ചെന്ന് ചേട്ടന്മാരോട് പറഞ്ഞു, ആ അച്ഛൻ എന്തോ പ്രശ്നമുണ്ട്. അവർ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ആ കുശിനിക്കാരനിരുന്ന് ഇതെല്ലാം കേൾക്കുന്നു. അതാണ് അങ്ങനെയുള്ളത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ കുമ്പസാരത്തിൻ്റെ മഹത്വത്തിനും അതിൻ്റെ കൃപയ്ക്കും നിരക്കാത്ത എന്തെങ്കിലുമൊക്കെ മറുപടികളോ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളോ കുമ്പസാരക്കൂട്ടിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുത്താനും ഓരോ വിശ്വാസിക്കും അവകാശമുണ്ട്, കടമയുമുണ്ട്. കാരണം ഈ കുമ്പസാരം എന്ന കൂദാശയുടെ പരിശുദ്ധിയും കുമ്പസാരക്കൂടിൻ്റെ പരിപാവനതയും പരിരക്ഷിക്കാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്? വർഗീസ് സാറ് ചോദിക്കും. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. വൈദികർ എല്ലാ വർഷവും അവരുടെ ആ കുമ്പസാരിപ്പിക്കാനുള്ള അനുവാദം പുതുക്കണമെന്ന് പറയുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ? യെസ്, കുമ്പസാരിപ്പിക്കാനുള്ള അനുവാദം പുതുക്കണം. അതിന് കുമ്പസാര പത്തേന്തി, അത് കൺഫെഷണൽ പേറ്റൻറ്റ് എന്നാണത് അറിയപ്പെടുന്നത്. കുമ്പസാര പത്തേന്തി പുതുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളുള്ള വൈദികരെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ്. വൈദികരാണ് എന്ന് ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ അത് പുതുക്കുക എന്ന് പറയുന്നു. കുമ്പസാരത്തെ സാധുവാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പാപമോചന അധികാരം ഉണ്ട്. ആ പൗരോഹിത്യത്തിലൂടെ ലഭിക്കുന്നതാണ്. അല്ലാണ്ട് ഈ ഇത് പുതുക്കുന്നതിലൂടെ കിട്ടുന്നതല്ല, അത് ആ കൂദാശയിലൂടെ കിട്ടിയതാണ്. എന്നാൽ അത് കൃത്യമായി ഗൗരവാവഹമായി ഈ വ്യക്തി വിനിയോഗിക്കുന്നുണ്ടോ, ഈ വ്യക്തിയുടെ കുമ്പസാര ശുശ്രൂഷയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ദൈവജനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ചകൾ ഈ കൂദാശയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ സദാചാര ജീവിതവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വർഷം ഇത് പുതുക്കുകയില്ല എന്ന് അധികാരി നിശ്ചയിക്കും. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ കൂദാശയുടെ പവിത്രത പരിരക്ഷിക്കാൻ സഭയെടുക്കുന്ന ഒരു മുൻകരുതലാണ് ഇപ്രകാരമുള്ള പത്തേന്തികൾ പുതുക്കുക, വർഷാവർഷം പുതുക്കുക എന്ന്. പല രൂപതകളിലും വ്യത്യസ്ത നിയമമാണ്. ചില രൂപതകളിൽ എത്രാണച്ചൻ ഇനി ആവശ്യപ്പെടുന്നത് വരെയും എന്ന് പറഞ്ഞ് പുതുക്കും. ചിലപ്പം 5-10 കൊല്ലത്തേക്ക് ഒറ്റ പുതുക്കൽ ചില രൂപതകളിലുള്ളൂ. ചിലയിടത്ത് പുതുക്കുന്ന പതിവ് തന്നെ ഇല്ല. വേറെ ചിലയിടത്ത് എല്ലാ വർഷവും പുതുക്കുന്ന പതിവാണുള്ളത്. ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ എല്ലാ വർഷവും പുതുക്കുന്ന പതിവാണ് ഉള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, ഇപ്രകാരമുള്ള ചില നിയന്ത്രണങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ. ഡെറീഷാറിന് സംശയമുണ്ടോ? ചോദിച്ചോളൂ. പിതാവെ, മറ്റ് രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുണ്ട്.
ഒരുപക്ഷെ അവർ അവധിക്കാലത്ത് നമ്മുടെ ഇടവയിൽ വരുമ്പോൾ നമ്മുടെ ഇടവയിൽ ശുശ്രൂഷ ചെയ്യാറുണ്ട്. അവിടെ ആ രാജ്യത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ സഭയിൽ നിന്നും ഈ വൈദികനെ പുറത്താക്കുകയോ ന്യായമായ കാരണത്താൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ നിന്ന് വിലക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇടവ വികാരി അറിയുന്നില്ലല്ലോ. അപ്പോൾ ആ വൈദികൻ നമ്മുടെ ഇടവയിൽ കുമ്പസാരം എന്ന കൂദാശ നടത്തിയാൽ അത് സാധുവാണോ? യെസ്, ഡെറീഷ് സാറ് ചോദിച്ചത് ഒരു പ്രായോഗിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. പക്ഷേ അത് സഭയെ ഈ തൻ്റെ ശ്രേഷ്ഠമായ അനുഭവ സമ്പത്തിൽ നിന്ന് ഇതിനെല്ലാം പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയെ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നതിൽ നിന്ന് അല്ലെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വിലക്കിയാൽ, അതൊരു സന്യാസ വൈദികനാകട്ടെ രൂപതാ വൈദികനാകട്ടെ, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സന്യാസഭയുടെ ഔദ്യോഗിക ബുള്ളറ്റിനിൽ അതെല്ലാ വൈദികരെ അറിയിക്കും. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മാതൃരൂപതയിൽ ഈ വിവരം അറിയിക്കും. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിലെ വികാരിയെ ഈ വിവരം സഭ അറിയിക്കും. പത്രപരസ്യം വഴിയല്ല, സഭയ്ക്ക് സഭയുടേതായ രഹസ്യ സംവിധാനങ്ങളുണ്ട്. ഇത് വൈദികരുടെ ഇടയിൽ ഒരാളെ വിലക്കിയിട്ടുണ്ട് എങ്കിൽ ആ വിലക്ക് മറ്റുള്ളവരെ അറിയിക്കാനുള്ള സംവിധാനം സഭയിലുണ്ട്. അത് ആ അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ട ഒരാൾ ഈ ഒരു ശുശ്രൂഷയുമായിട്ട് വരാനുള്ള സാധ്യത സാധാരണഗതിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വൈദികരുടെ ഇടയിൽ ഇപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാ വൈദികരെയും അറിയിക്കാനുള്ള സംവിധാനം സഭയുടെ ഇൻറ്റേർണൽ സർക്കിളിൽ ആഭ്യന്തര തലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പിതാവ്, ഇന്നത്തെ ഈ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ഉണ്ട്. തീർച്ചയായും അത് നമുക്ക് ചോദിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെ കുമ്പസാരിക്കണം, കുമ്പസാരം എങ്ങനെയാണ് വാലിഡായിത്തീരുന്നത്, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ എങ്ങനെയാണ് കുമ്പസാരക്കാരനെ കാണേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പിതാവ് നമ്മളോട് സംസാരിച്ചത്. വിശ്വാസ പരിശീലകർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ ഇതൊത്തിരി ഉപകാരമാകും. ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇതേ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ വിഷയത്തിന് നമ്മുടെ എല്ലാ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ അഭിമന്യ പാമ്പ്ളാനി പിതാവിന് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സംശയങ്ങൾ ചോദിക്കുകയും ക്ലാസ്സിൽ വളരെ മനോഹരമായി ഇൻട്രാക്ട് ചെയ്ത വെമ്പുവ ഹോളി ക്രോസ് സൺഡേ സ്കൂളിലെ അധ്യാപകരായ നിങ്ങൾക്കും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. കുമ്പസാരത്തെക്കുറിച്ചുള്ള തുടർ ചിന്തകളും സംശയങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.